Hi dear friends, welcome back to my channel. ഇന്ന് നമുക്ക് നല്ല നാടൻ തേങ്ങ അരച്ച മീൻകറി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ മീൻ എടുത്തിരിക്കുന്നത് കിളിമീനാണ്. ഇതിപ്പോൾ ഒരു 1/2 കിലോ കിളിമീനുണ്ട്. ഇതിപ്പോൾ ക്ലീൻ ചെയ്തിട്ടുള്ള അളവാണ് 1/2 കിലോ. അപ്പോൾ ചെറുതോ വലുതായിട്ടുള്ള ദശക്കട്ടിയുള്ള ഏത് മീനാണെങ്കിലും ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ കറക്റ്റ് 1/2 കിലോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്ക് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ മീനിലേക്ക് 1 കപ്പ് തേങ്ങ കറക്റ്റായിരിക്കും. പിന്നെ ഇതുപോലെ 2 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4-5 കറിവേപ്പില അതുകൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് അധികം വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. അധികം വെള്ളം ചേർത്ത് ഇപ്പോൾ തന്നെ അരച്ചാൽ നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ ഒന്ന് അരച്ച് നോക്കിയിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം കൂടെ ചേർത്ത് അരച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി ഒന്ന് ചൂടായി കഴിയുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇഞ്ചി കുറച്ച് കൂടുതൽ വേണം മീൻ കറിയിലേക്ക്. അതിൻ്റെ കുറച്ച് അളവ് കുറച്ചാണ് ഞാൻ വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളൂ. രണ്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. നടുക പിളർന്നത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി ഞാനിവിടെ ഒരു ചെറുതായതുകൊണ്ട് ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 4 അല്ലെങ്കിൽ 5 എണ്ണം എടുത്താൽ മതി. ചുവന്നുള്ളി അധികം ഇപ്പോൾ ആവശ്യമില്ല ഇതിലേക്ക്. ഇനി ചുവന്നുള്ളി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടിയാണ് വേണ്ടത്. മുളക് പൊടി ഇവിടെ ഞാൻ 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടങ്ങ് ചൂടായിക്കോട്ടെ. 1 മിനിറ്റ് നന്നായിട്ട് ചൂടാവട്ടെ. ഫ്ലെയിം കുറച്ചിടുക, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് പുളിയാണ്. അപ്പോൾ ഒരു 3 പീസ് പുളി അരമണിക്കൂർ മുന്നേ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുതിരാനായിട്ട് വെച്ചിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഈ സമയത്ത് തന്നെ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ചെറിയ തീയിൽ തന്നെ ഒരു 5 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. 5 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതുപോലെ പുളി വെള്ളത്തിലിടുകയും അതുപോലെ ഒന്ന് നന്നായിട്ട് 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുകയും ചെയ്താൽ നമുക്ക് കറിക്ക് കറക്റ്റ് ഒരു പുളി ആ കറിക്ക് ഉണ്ടാവും. പിന്നെ നമ്മൾ ആ പുളി അതിലിട്ടായിരുന്നു പുളി കൂടുണ്ടോ എന്ന് നോക്കി എടുത്ത് മാറ്റേണ്ട ആവശ്യമൊന്നും ഇതിലേക്ക് വരില്ല. ഞാനിവിടെ അരപ്പിലേക്ക് 1 കപ്പും ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തേങ്ങ ഇവിടെ നന്നായിട്ട് ഇതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നത് കുറച്ച് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതിപ്പോൾ ചെറിയ മീനായതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് ഒരല്പം വെള്ളം കൂടെ ചേർത്തത്. അപ്പോൾ വലിയ മീനൊക്കെ ആണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് ഒരല്പം കുറയ്ക്കാം. ഇപ്പോൾ കേര പോലത്തെ മീനൊക്കെ ആണെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ അംശം കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് കറി വെന്ത് വരുമ്പോഴത്തേക്കും കറി കുറുകാതെ കുറച്ച് ലൂസായി പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതുപോലത്തെ മീനുകൾ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് വെള്ളം ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഞാൻ മീനെല്ലാം ചേർത്ത് തവി കൊണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മീൻ വെന്ത് തുടങ്ങിയാൽ പിന്നെ ഇതുപോലെ തവി കൊണ്ട് മാറ്റിയിടരുത്. ഒരു തുണി വെച്ചിട്ട് ചുറ്റിച്ച് കൊടുക്കാനേ പാടുള്ളൂ, അല്ലെങ്കിൽ മീൻ കുഴഞ്ഞു പോവും. ഇനി നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിടാം. കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഒരു തുണി വെച്ചിട്ട് ചട്ടി ചുറ്റിച്ച് കൊടുത്തിരുന്നു. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചിടുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക. ഞാൻ മുഴുവനായിട്ട് അടച്ചിട്ടില്ല, ഇതുപോലെ ഇത്രയും ഒന്ന് വിട്ടിട്ടുണ്ട്. ഇനി ഇതൊരു 6-7 മിനിറ്റ് വരെയും ഒന്ന് വേവട്ടെ. ഇടയ്ക്ക് നമ്മൾ തുറന്നിട്ട് ഒന്ന് ഇതുപോലെ തുണി വെച്ച് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഞാനിത് നന്നായിട്ടൊന്നങ്ങ് ചുറ്റിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇതിപ്പോൾ നന്നായിട്ട്
തിളച്ചിട്ടുണ്ട്. 1 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് താളിച്ചൊഴിക്കണം. താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഉലുവ പൊട്ടില്ല. ഇനി ഇതിലേക്ക് ഒരു 4-5 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിതുപോലെ കറിയിലേക്ക് ഇത്രയും വെളിച്ചെണ്ണ വേണ്ട, ഇതുപോലെ താളിക്കേണ്ടെന്നാണ് തോന്നുന്നതെങ്കിൽ ആദ്യം നമ്മൾ കറി താളിക്കുന്ന ആ സമയത്ത് തന്നെ 1 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കുക. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.